നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 282 282. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 24 32 ശ്ലോകമാണെന്ന് പറയേണ്ടത്. തം സൂരിഭിസ്തത്വബുഭുത്സയാദ്ധാ സദാഭിവാദാർഹണപാദപീഠം ഐശ്വര്യവൈരാഗ്യയശോ അവബോധവീര്യശ്രിയാം പൂർത്തം അഹം പ്രപദ്ധ്യേ. ഇതാണ് ശ്ലോകം. ഈ 4 വരി ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, അറിവുള്ളവരാൽ തത്വങ്ങളെ അറിവാനുള്ള ആഗ്രഹത്താൽ, തത്വങ്ങളെ അറിയാനുള്ള താല്പര്യമാണ്. തത്വങ്ങളില്ലാതെ, ഇക്വേഷൻസ് ഇല്ലാണ്ട് ഒന്നും പറ്റില്ല. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യദേവോഭവ എന്നുള്ളത് തത്വങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമസ്കരിക്കാൻ യോഗ്യമായ പാദപീഠത്തോടു കൂടിയവനും, എപ്പോഴും സർവദാ, പിന്നെ പറയണു കൂടിയവനും ഐശ്വര്യം വൈരാഗ്യം യശസ് അവബോധം വീര്യം ശ്രീ. എന്തൊക്കെയാണ് വേണ്ടത്? ഐശ്വര്യം വൈരാഗ്യം യശസ് അവബോധം വീര്യം ശ്രീ എന്ന് പറയപ്പെടുന്ന 6 ഗുണങ്ങളുടെ പൂർണ്ണസ്വരൂപമായ ആ ദേവനെ, ആ ഈശ്വരനെ ഞാൻ ശരണം പ്രാപിക്കുന്നത്. അതായത് കുറ്റമില്ലാത്ത, ന്യൂനതയില്ലാത്ത ഒരാളെ വേണം ആശ്രയിക്കാൻ. നമ്മളൊക്കെ നശിക്കണവരാ, നശിക്കാത്ത ഒരാളെ വേണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്, സ്വപുത്രനായി അവതരിച്ചിരിക്കുന്നത് സാക്ഷാൽ ശ്രീഹരിയാണെന്ന് നിശ്ചയിച്ച ശേഷം ആ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ഇഹലോകത്തിൽ അനുഭവിപ്പാൻ യോഗ്യങ്ങളായ സുഖങ്ങളെയും ശരീരനാശാനന്തരം മോക്ഷപദവിയെയും ഭക്തന്മാർക്ക് നൽകുന്നതിനുള്ള, വേറെ ആർക്കുമില്ല, സമ്പന്നർക്കെന്നല്ല പറഞ്ഞത്, ഭക്തന്മാർ, ശുദ്ധഹൃദയം ഉള്ളവർക്ക്. വളരെ വ്യത്യാസമുണ്ട് ഇതൊക്കെ. അപ്പോൾ ഭക്തന്മാർക്ക് നൽകുന്നതിനുള്ള ഭഗവാന്റെ മാഹാത്മ്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിശേഷിപ്പിക്കുന്നു. നിത്യ അനിത്യ വസ്തുക്കളെ, ഏതാണ് നിത്യം ഏതാണ് അനിത്യം എന്നറിയണം. കയ്യും കാലൊക്കെ അനിത്യമാണ്, ബ്രഹ്മം നിത്യമാണ്. അപ്പോൾ ഭാര്യ ഭർത്താവ് അനിത്യമാണ്, രണ്ടാളിലും ബ്രഹ്മം ഒന്നാണ്. അപ്പോൾ ബ്രഹ്മത്തിനെ വേണം നമ്മൾ ആശ്രയിക്കാൻ. ബാങ്ക് ബാലൻസൊക്കെ അനിത്യമാണ്. എൻ്റെയോ നിങ്ങളുടെയോ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്താൽ പോയതന്നെ. എൻ്റെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. എൻ്റെന്ന് പറയാൻ ആത്മാവ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ ആ ആത്മാവിനെ അറിയാൻ ഇത്ര വിഷമം? അപ്പോൾ പറഞ്ഞു, നിത്യ അനിത്യ വസ്തുക്കളെ തിരിച്ചറിവാൻ ഉപകരിക്കുന്ന വിവേകമുള്ളവരാൽ പ്രകൃതി, പുരുഷൻ, ജീവൻ, ഈശ്വരൻ എന്ന തത്വങ്ങളുടെ ശരിയായ സ്വരൂപം അറിയണമെന്നുള്ള ആഗ്രഹത്താൽ എപ്പോഴും നമസ്കരിപ്പാൻ യോഗ്യമായ പാദപീഠത്തോടു കൂടിയ പരമഗുരുവും ഐശ്വര്യം വിഷയവൈരാഗ്യം ലോകത്തെ പരിശുദ്ധമാക്കുവാൻ സമർത്ഥമായ യശസ് ശ്രീ, നിത്യമായ ജ്ഞാനം, അനശ്വരമായ വീര്യം, അചിന്ത്യമായ ശ്രീ എന്നിവയുടെ പരിപൂർണതയോടുകൂടിയ പരമേശ്വരനുമായ ആ നിന്തുരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, അടുത്ത ശ്ലോകം 33. പരം പ്രധാനം പുരുഷം മഹാന്തം
കാലം കവിം ത്രിവൃതം ലോകപാലം ആത്മാനുഭൂത്യാനുഗത പ്രപഞ്ചം സ്വച്ഛന്ദശക്തിം കപിലം പ്രപദ്യേ. പ്രപഞ്ചത്തെ അതിക്രമിച്ചും എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ നിയന്താവും നിയന്ത്രിതാവുമാണ്. പ്രകൃതി സ്വരൂപമായും, അതാണ് വിരാട്, പ്രകൃതിയുടെ അധിഷ്ഠാനമായും മഹത്തത്വ രൂപമായും പ്രകൃതിയെ ക്ഷോഭിക്കുന്ന കാലസ്വരൂപമായും 3 ഗുണങ്ങളോടുകൂടിയ അഹങ്കാരമായും ജ്ഞാനസ്വരൂപമായും ലോകസ്വരൂപനും രക്ഷിതാവുമായും സങ്കല്പരൂപമായ ജ്ഞാനത്താൽ അറിവിനാൽ തന്നിൽ ലയിച്ചിരിക്കുന്ന പ്രപഞ്ചത്തോടുകൂടിയും സ്വാധീനങ്ങളായ ശക്തികളോടുകൂടിയും ഇരിക്കുന്ന കപില ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നേൻ എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, പ്രപഞ്ചധർമ്മങ്ങളെ വിട്ടിരിക്കുന്നതിനാൽ പരനും. പ്രപഞ്ചധർമ്മങ്ങളെ വിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താ കുഴപ്പം? നമ്മളിലുള്ള ഈശ്വരന് വേണ്ടിയിട്ട് ആ ഈശ്വരനെ പ്രാപിക്കാനായിട്ട് പ്രപഞ്ചത്തെ നമുക്ക് ഏതായാലും നമ്മൾ വിട്ടുപോകും. എന്നാൽ പിന്നെ മടങ്ങി വരാത്ത രീതിയിലായിക്കൂടെ? പുനരഭിജനനം ഇല്ലാണ്ട്. അപ്പോൾ പരനും പ്രകൃതിയുടെ പരിണാമത്തോട് ചേർന്നിരിക്കുന്നവനും പ്രകൃതിക്ക് പരിണമിപ്പാനുള്ള ശക്തിയെ നൽകുന്ന പുരുഷനും മഹത്തത്വം, കാലതത്വം, സത്വാദി 3 ഗുണങ്ങളോട് ചേർന്നിരിക്കുന്ന അഹങ്കാരതത്വം എന്നിങ്ങനെ ലോകസൃഷ്ടിക്ക് ഉപകരിക്കുന്ന തത്വങ്ങളായി ഭവിച്ചിരിക്കുന്നത് കൊണ്ട് ലോകത്തിൻ്റെ നിമിത്തകാരണഭൂതനും ഉപദാനകാരണസ്വരൂപനും ഇന്ദ്രാദിദേവസ്വരൂപേണ കാര്യസ്വരൂപനായിട്ട് ലോകങ്ങളെ പാലിക്കുന്നവനും ധർമ്മ അധർമ്മ പ്രവൃത്തികളുടെ ശരിയായ ഫലത്തെ, എന്താണ് ധർമ്മം എന്താണ് അധർമ്മം, അതിൻ്റെ ശരിയായ ഫലത്തെ നൽകുന്നവനാണ്. പ്രാണികൾക്ക് നൽകുന്നതിനാൽ കവിയും സർവജ്ഞനും സങ്കല്പമാത്രത്താൽ സർവപ്രപഞ്ചത്തെയും തന്നിൽ തന്നെ ലയിപ്പിക്കുന്ന സംഹാരമൂർത്തിയും. ആരാണ് നിയന്ത്രിക്കുന്നത്? അവന് ഈ പ്രപഞ്ചത്തെ ഇല്ലാതെ കണ്ടാക്കാൻ സാധിക്കും. ഈ വിധം സകല സ്വരൂപനായി ഭവിപ്പാൻ ഉപകരിക്കുന്ന അചിന്ത്യ ശക്തികളെ തന്നിൽ അടക്കിയിരിക്കുന്നവനുമായ കപിലമൂർത്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നേൻ. 34-ാമത്തെ ശ്ലോകം. ആസ്മാഭിപൃച്ഛേ അദ്യപതിം പ്രജാനാം ത്വയാവതീർണാർണ ഉദാത്തകാമ പരിവ്രജൽ പദവീമാസ്ഥിതോ അഹം ചരിഷ്യേ ത്വാം ഹൃദി യുജ്ജൻ വിശോക. ശോകമില്ലാതെ കണ്ട് നിന്തിരുവടിയാൽ തീർക്കപ്പെട്ട ഋണങ്ങളോട് കൂടിയവനും. ഋണം എന്ന് പറഞ്ഞാൽ കടം എന്നർത്ഥം. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തരോടും കടം ബാക്കിയാണ്. അച്ഛനോട്, അമ്മയോട്, സഹോദരന്മാരോട്, സമൂഹത്തോട്, ദേവീദേവന്മാരോട്. അപ്പോൾ എങ്ങനെ നമ്മൾ സ്വതന്ത്രരാകുക? അപ്പോൾ ഋണങ്ങളോട് കൂടിയവനും സമ്പൂർണമായ കാമത്തോടു കൂടിയവനുമായ ഞാൻ സന്യാസികളുടെ മാർഗത്തെ ആശ്രയിച്ചവനും നിന്തിരുവടിയെ ഹൃദയത്തിൽ കാണാൻ സാധിക്കണം. അവരവരുടെ ഹൃദയത്തിൽ. അത് വഴി കൂടെ പോണവനോ അയലോക്കക്കാരനോ മാങ്ങ പറിക്കാൻ വന്നവനോ ആശാരിപ്പണി ചെയ്യാൻ വന്നവനോ ഇതൊന്നും മോശമായിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഈശ്വരന് പകരം വേറെ ആരെയും സ്ഥാപിക്കരുത് മനസ്സിൽ. ഭാര്യയും ഭർത്താവിനും ഈശ്വരസ്വരൂപങ്ങളായിട്ട് കാണാൻ പറ്റിച്ച തർക്കമൊന്നുമില്ല, ഗുരുനാഥനെയും അമ്മേനെയും അച്ഛനൊക്കെ. അപ്പോൾ ഹൃദയത്തിൽ യോജിപ്പിക്കുന്നവനും ശോകങ്ങളെ അതിക്രമിച്ചവനുമായിട്ട് സഞ്ചരിക്കുന്നേൻ പ്രജകളുടെ പതിയായ അങ്ങയോട് അനുവാദം ചോദിക്കുന്നേ. എന്തിനെ? നമസ്കരിച്ചിട്ട് വാനപ്രസ്ഥത്തിന് പോകാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. പ്രജകളുടെ നാഥനായിരിക്കുന്ന നിന്തിരുവടിയോട് ഒരു സംഗതി ചോദിച്ചു കൊള്ളുന്നു. എന്താ വിനയം! അങ്ങു തന്നെ പുത്രനായി അവതരിച്ചതുകൊണ്ട് ഋണത്തിൽ നിന്നും ഞാൻ മുക്തനായി ഭവിച്ചു. എൻ്റെ സർവകാമങ്ങളും സാധിക്കുകയും ചെയ്തു. സന്യാസമാർഗത്തിൽ പ്രവേശിച്ച് അങ്ങയുടെ രൂപത്തെ നിരന്തരം ധ്യാനിച്ച്
എവിടെ ധ്യാനം നടക്കേണ്ടത്? മനസ്സിൽ. സകല ദുഃഖങ്ങളുടെയും കാരണമായ അജ്ഞാനഗ്രന്ഥിയെ നശിപ്പിച്ച്, അജ്ഞാനഗ്രന്ഥിയെ, ഹൃദയഗ്രന്ഥിനെ നശിപ്പിച്ച് ശോകഹീനനായിട്ട് സഞ്ചരിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിന് അനുമതി നൽകണം എന്നാണ് പറഞ്ഞത് കർദമ പ്രജാപതി. ഇനി അതിന് ഉത്തരം പറയാണ് കപില മഹാദേവൻ. ശ്രീ ഭഗവാൻ ഉവാച തന്നെയാണ് പറഞ്ഞത്. 35-ാമത്തെ ശ്ലോകം. മയാ പ്രോക്തം ഹി ലോകസ്യ പ്രമാണം സത്യലൗകികേ അധാജനി മയാ തുഭ്യം യദവോചമൃതം മുനേ. വൈദികമായും ലൗകികവുമായുള്ള കൃത്യങ്ങളിൽ, വൈദികം വേദാന്തപരമായിട്ടുള്ളതും ലൗകികവുമായ കൃത്യങ്ങളിൽ എന്നാൽ പറയപ്പെട്ടത് ലോകത്തിന് പ്രമാണം. ഞാൻ പറഞ്ഞതാണ് പ്രമാണം. ഈശ്വരൻ പറഞ്ഞതാണ് പ്രമാണം എന്നുണ്ടെങ്കിൽ അത് വായിച്ച് പഠിക്കണ്ടേ? തന്നെ ഇഷ്ടത്തിന് നടക്കാൻ പാടുമോ? ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്നാൽ ഞാനെന്ന അർത്ഥത്തിൽ പ്രയോഗം. അങ്ങയ്ക്കായകൊണ്ട് യാതൊന്നു പറഞ്ഞുവോ ഹേ മുനെ, അത് സത്യം, അതിനായിട്ട് ജനിച്ചു. ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങയിൽ ജനിക്കുന്നുള്ളത്. ഞാൻ ജനിച്ചു. ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം. ഭഗവാൻ അരുളി ചെയ്തു, ലോകത്തിന് പരമാർത്ഥ ജ്ഞാനം ഉപദേശിപ്പാനായി. പരമാർത്ഥ ജ്ഞാനം എത്ര സപ്താഹങ്ങൾ നമ്മൾ നടത്തി? നമ്മൾക്ക് എത്ര ജ്ഞാനം കിട്ടിയിട്ടുണ്ട്? ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ അവരവരോട്. എത്ര കാശ് നമ്മൾ ചിലവാക്കി? ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നാരായണ ജപ മഹാത്മ്യവും ശ്രീകൃഷ്ണ കഥാമൃതവും ഭാഗവത മൂലം പ്രഭാഷണവും എത്തിക്കുമ്പോൾ അതൊന്ന് നോണ്ടി നോക്കാനോ ശ്രദ്ധയോടുകൂടി ജീവിത സന്ധാരണം ചെയ്യാനോ ഒരു ക്ലിക്ക്, ഒരു കോൺട്രിബ്യൂഷൻ, കാശല്ല, ഒരു സബ്സ്ക്രിപ്ഷൻ കെഞ്ചുന്നുണ്ട് ഞാൻ ചിലപ്പോൾ. എന്തിനു വേണ്ടിയിട്ട്? ലെറ്റ് ഇറ്റ് ഗോ ടു സോ മെനി പീപ്പിൾ. ഷെയർ ചെയ്യൂ, മറ്റുള്ളവർക്ക് എത്തട്ടെ. നോ, നെവർ. വിൽഫുള്ളി ആരും ചെയ്തിട്ടില്ല. കുറച്ച് പേര്, വളരെ കുറച്ച് പേര്. ഞാൻ പറഞ്ഞില്ലേ 5000 ഫ്രണ്ട്സ് 3-4 പ്രാവശ്യമായിട്ട് എൻ്റെ 2-3 പ്രാവശ്യം ഹാക്കായി. പിന്നെ ഒരു പ്രാവശ്യം ഫോണ് പാസ്വേഡ് ഇല്ലാണ്ട് ബുദ്ധിമുട്ടി. എനിക്കതിലൊന്നും സങ്കടമില്ല. കാരണം ഭഗവാൻ എന്നെ കെയർ ടേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കെന്താ വേണ്ടത്? ഭഗവാൻ എന്നെ എത്ര എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, അത്ര. അതുകൊണ്ടാണ് പറഞ്ഞത് പരമാർത്ഥ ജ്ഞാനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയേണ്ടി വന്നത്. ഉപദേശിപ്പാനായി ഞാൻ അങ്ങയുടെ പുത്രനായി അവതരിച്ചാൽ ഗൃഹത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങയ്ക്ക് മുക്തി സാധിക്കും. കാട്ടിൽ പോകണമെന്നില്ല. ഒക്കെ അവരവരുടെ മാനസികാവസ്ഥയാണ്. കാട്ടിൽ പോയാലും വീടിനെ പറ്റി ആലോചിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അഥവാ സന്യാസത്തിൽ തന്നെ ഇച്ഛയാണെന്ന് വരികിൽ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ള അഭിപ്രായത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ കപിലമൂർത്തി കർദവമുനിയോട് അരുളി ചെയ്യുന്നു. ഹേ മുനെ, ഞാൻ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കുമെന്ന് പറഞ്ഞതിനെ സത്യമാക്കി തീർപ്പാനായി അങ്ങയുടെ ഗൃഹത്തിൽ അവതരിച്ചിരിക്കുന്നു. വൈദികവും ലൈംഗികവുമായ കൃത്യത്തിൽ എന്നാൽ പറയപ്പെടുന്നത് ലോകത്തിന് പ്രമാണമാണല്ലോ. അതുകൊണ്ട് എൻ്റെ വചനം സത്യമായിരിക്കേണ്ടത് ആവശ്യമാണെന്ന് അങ്ങക്ക് അറിയാമല്ലോ. അപ്പോൾ യജ്ഞവേദിയിൽ മുഴങ്ങി കേൾക്കേണ്ടതായ ഭഗവത് വചനങ്ങൾ പറയാതെ കണ്ട് ദക്ഷിണ വാങ്ങിപ്പോയാൽ അതൊരു തിരുത്താൻ പറ്റാത്ത പാപമാണ്. അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥൻ എന്നോട് ഉപദേശിച്ചത്, എടാ ചെറുക്കാൻ നീയെ പ്രൊഫഷണലായിട്ട് പോകണ്ട, നിൻ്റെ തല മറ്റുള്ളവരുടെ കക്ഷത്ത് വെച്ച് കൊടുക്കണ്ട. യു ബി ഇൻഡിപെൻഡൻറ്റ്, ബി എ പ്രൊഫഷണൽ. അമേച്വർ. അമേച്വർ എന്ന് പറഞ്ഞാൽ എന്താ? നിഷ്കാമ കർമ്മം ചെയ്യന്നെ. നിഷ്കാമം, ഒന്നും ബാക്കിയൊക്കെ ഭഗവാൻ നോക്കുന്നുണ്ട്. പിന്നെന്താ? അപ്പം 36-ാമത്തെ ശ്ലോകം. ഏതന്മേ ജന്മലോകേ അസ്മിൻ മുമുക്ഷൂണാം ദുരാശയാത് പ്രസംഖ്യാനായ തത്വാനാം സമ്മതായാത്മദർശനേ. ഈ ലോകത്തിൽ എൻ്റെ ഈ ജന്മം ദുഷിച്ചിരിക്കുന്ന അന്ധകരണത്തിൽ നിന്ന്
മുക്തിയെ ആഗ്രഹിക്കുന്നവർക്ക് ആത്മാവിൻ്റെ ദർശനത്തിൽ ഉപയുക്തമായിരിക്കുന്ന തത്വങ്ങളെ സംഖ്യാനിർണയത്തിനായി കൊണ്ടാകുന്നു മൂപ്പരുടെ അവതാരം. ഇപ്പോൾ ഞാൻ എൻ്റെ ഭാവാർത്ഥം പറയാണ്, ഇപ്പോൾ ഞാൻ ഈ ലോകത്തിൽ അവതരിച്ചിരിക്കുന്നത് ജന്മജന്മാന്തരങ്ങൾക്ക് കാരണമായിരിക്കുന്ന ദേഹാത്മഭാവനാരൂപമായ ലിംഗശരീരത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകണമെന്നാഗ്രഹിക്കുന്ന, ഒന്നുമില്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ, അതെ, പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, ഇങ്ങനെ മൂന്നായിട്ടാണല്ലോ നമ്മൾ ജനിക്കണത്, ഏതെങ്കിലും ഒന്ന്. അത് ഈ ഗർഭവാസം ഏതിനും അതേമാതിരി മരണവെപ്രാളും അതീവ ഘോരാണ്. അതുകൊണ്ട് അത് വേണ്ട. ഇനി ഒരു ഗർഭധാരണം വേണ്ട, നമുക്ക് ഗർഭസ്ഥ ശിശുവായി തീരണ്ട, പുനരഭിജനനം വേണ്ട. അതിനെന്ത് വേണം? ലിംഗശരീരത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന മുമുക്ഷുക്കൾക്ക് പ്രകൃതിയെയും തൽകാര്യങ്ങളെയും ജീവാത്മാവിനെയും പരമാത്മാവിനെയും വേർതിരിച്ചറിയുവാൻ ഉപയോഗമായിരിക്കുന്ന തത്വങ്ങളെ നിർണയപ്പെടുത്തുന്നതായ സാഖ്യമെന്ന ശാസ്ത്രത്തെ ഉറപ്പിക്കുവാനായി കൊണ്ടാണെന്ന് ധരിച്ചാലും ഒരു ഉദ്ദേശശുദ്ധി ഉണ്ട് എൻ്റെ അവതാരത്തിന് എന്നാണ് ഭഗവാൻ പറഞ്ഞ് മനസ്സിലാക്കിയത്. 37 ഏഷ ആത്മപദോ അവ്യക്തോ നഷ്ടകാലേന ഭൂയസാം തം പ്രവർത്തയിതും ദേഹം യമം വിദ്ധിമയാ ഭൂതം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം, അധികരിച്ച കാലത്താൽ അസ്പഷ്ടമായിരിക്കുന്ന ഈ ആത്മജ്ഞാനമാർഗം അസ്പഷ്ടമാണ്, നശിച്ചിരിക്കുന്നു. അതിനെ പ്രചരിപ്പിക്കുവാനായിട്ട് ഈ ശരീരം എന്നാൽ ധരിക്കപ്പെട്ടതാണ് അങ്ങ് ധരിച്ചാലും അങ്ങ് മനസ്സിലാക്കിയാലും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാണ്, പ്രകൃതി പുരുഷ വിവേചനം, പ്രകൃതി പുരുഷനെ വിവേചിക്കുക ചെയ്യുന്നതായ സംഖ്യാശാസ്ത്രം ഇതിനു മുമ്പ് തന്നെ ലോകത്തിൽ ഉണ്ടെന്നിരിക്കലും ബഹുകാലം കഴിഞ്ഞതുകൊണ്ട് ആ മാർഗം അസ്പഷ്ടവും നഷ്ടപ്രായവുമായിരിക്കുന്നു. അതിനെ വീണ്ടും പരിശോധിച്ച് പുതിയ രീതിയിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് ധരിച്ചാലും. അപ്പം നമ്മൾ ഓരോരുത്തരും ശരീരം ധരിച്ചിരുന്നത് എന്തിനാണ്? ഭഗവാനെ അറിയാനും പുനരഭിജനനം ഇല്ലാതെ കൊണ്ടാവാനും. പക്ഷെ നമ്മൾ എവിടെ എത്തുന്നില്ലല്ലോ. അപ്പോൾ 38ാമത്തെ ശ്ലോകം, ഗശ്ചകാമം മയാ ആപൃഷ്ടോ മയി സന്യസ്തകർമ്മണാം ജിത്വാ സുദുർജയം മൃത്യും അമൃതത്വായ മാം ഭജ. എന്നെ ഭജിക്കുന്നത് കൊണ്ട് അമൃതതത്വത്തെ സ്വീകരിക്കും, അല്ലെങ്കിൽ അവിടെ എത്തും. അപ്പോൾ പറഞ്ഞു, എന്നാൽ അനുജ്ഞ നൽകപ്പെട്ടിരിക്കുന്ന എൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് അങ്ങ് ഇച്ഛാനുസരണം പൊയ്ക്കൊള്ളുക. എന്നിൽ സമർപ്പിക്കപ്പെട്ട കർമ്മത്താൽ ഭഗവാനിൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഞാനിത് അൺകണ്ടീഷണലായിട്ട് ഭഗവാനിൽ അർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ എൻ്റെ യോഗക്ഷേമം ഭഗവാൻ നോക്കുന്നുണ്ട്. എനിക്കതാണ് സന്തോഷം. അതുകൊണ്ട് ഏറ്റവും പ്രയാസമുള്ള മരണത്തെ ജയിച്ചിട്ട്, മരണത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ ജനിക്കാതെ ഇരിക്കുക എന്ന് അർത്ഥം പറയാം, മോക്ഷത്തിനായകൊണ്ട് എന്നെ ഭജിച്ചാലും. ഇനി അതിൻ്റെ ഭാവാർത്ഥം, അങ്ങയ്ക്ക് സന്യസിപ്പാനായി ഞാൻ അനുജ്ഞ നൽകിയിരിക്കുന്നു. യഥേഷ്ടം ഗമിച്ചുകൊള്ളുക. സർവകർമ്മങ്ങളെയും എന്നിൽ സമർപ്പിക്കുന്നതായ ഉപാസനയാൽ സുദുർജയവും പുണ്യപാപ കർമ്മ സമുച്ചയ രൂപവുമായിരിക്കുന്ന ജനനമരണകാരണഭൂതമായ ലിംഗദേഹത്തെ, അവിദ്യാഗ്രന്ഥിയെ നശിപ്പിച്ച ശേഷം ജ്ഞാനത്താൽ ഞാനായി ഭവിക്കുന്ന ഭഗവാനായി തീരെ അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ. അതാണ് അറിവ് കൊണ്ടെന്നാണ് പറഞ്ഞത്, രൂപം കൊണ്ടല്ല. ജ്ഞാനത്താൽ ഞാനായി ഭവിക്കുന്ന മോക്ഷപ്രാപ്തിക്കായ കൊണ്ട് എന്നെ ഭജിച്ചാലും. അതിന് വേറൊരാളെ ഭജിച്ചിട്ട് കാര്യമില്ല. സകല കർമ്മങ്ങളെയും ഈശ്വരാർപ്പണ ഭാവേന
അനുഷ്ഠിക്കുന്നത് തന്നെ പരമോപാസന. ഏറ്റവും വലിയ പരമമായ ഉപാസന എന്താ? സകല കർമ്മങ്ങളെയും ഈശ്വരാർപ്പണ ഭാവേന അനുഷ്ഠിക്കുക. അതിൻ്റെ ഫലം അന്ധകരണ പരിശുദ്ധിയും അന്തേ മോക്ഷവുമാണെന്ന് സാരം. വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. ഒന്ന് ചെവി തന്ന് കേട്ടാൽ സ്കൈ ഈസ് ദി ലിമിറ്റ്. 39 മാം ആത്മാനം സ്വയം ജ്യോതി. ഞാൻ ആരാ? സ്വയം ജ്യോതി. സർവഭൂതഗുഹാശയം. എന്താ അതിൻ്റെ ഒരു ഭാവം? സർവജീവഗുഹാശയം. ഞാൻ ഭ്രാന്ത് പോലെ ഈ വാക്കിങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. എത്ര ആൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സർവജീവഗുഹാശയം ആത്മന്യേവ ആത്മനാ വീക്ഷ്യ വിശോകോ അഭയം മൃച്ഛസി. സർവഭൂതങ്ങളുടെ ഗുഹയിൽ ശയിക്കുന്നവനും സ്വപ്രകാശ സ്വരൂപനുമായ പരമാത്മാവായ എന്നെ. അപ്പോൾ ആത്മാവും പരമാത്മാവും ഒന്ന് തന്നെ എന്ന് ശ്രദ്ധിച്ച് പറയാൻ സാധിക്കണം. പരമശേഖ. അപ്പോൾ പരമാത്മാവായ എന്നെ ആത്മാവിൽ, അതായത് അങ്ങയിൽ ബുദ്ധിവൃത്തി കൊണ്ട് കണ്ടിട്ട് ശോകരഹിതനായിട്ട് ഒന്നിനെ പറ്റിയിട്ടും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഭയരഹിത സ്ഥാനത്തെ പ്രാപിക്കും. ഭയരഹിത സ്ഥാനത്തെ പ്രാപിക്കും. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. സർവഭൂതങ്ങളുടെയും ഹൃദയഗുഹയിൽ ആത്മാവായി സ്വയമേവ പ്രകാശിച്ചിരിക്കുന്ന പരമാത്മാവായ എന്നെ അങ്ങയിൽ വസിക്കുന്നവനായിട്ട് ബുദ്ധിവൃത്തിയാൽ കാണുമ്പോൾ ശോകമോഹാതിരഹിതനും ആനന്ദസ്വരൂപനുമായിട്ട് ഭവിക്കും. അത് തന്നെ പരമപുരുഷാർത്ഥ സ്വരൂപമായ മോക്ഷം. അങ്ങ് അതിനെ പ്രാപിക്കും. ഭഗവാനാണ് പറയുന്നത്. 40ാമത്തെ ശ്ലോകം. മാത്ര ആധ്യാത്മികീം വിദ്യാം ശമനീം സർവകർമ്മണാം വിതരിഷ്യേയയാ ച അസൗ ഭയം ച അതിതരിഷ്യതി. തരിഷ്യതി എന്ന് തന്നെ പറയണത്. ച അതിതരിഷ്യതി. യാതൊന്നിൽ ഭയത്തെ അതിക്രമിക്കുന്നുവോ. ഈശ്വരവചനം കൊണ്ടാണ് ഭയത്തെ നേരിടാൻ സാധിക്കുന്നത്. സർവകർമ്മങ്ങളുടെ ശമത്തെ ജനിപ്പിക്കുന്ന ആത്മവിദ്യ, അതാണ് ഈ പരാവിദ്യ പറഞ്ഞത്. എൻ്റെ ഈ മാതാവിനായിക്കൊണ്ട് വിതരിഷ്യതി എന്ന് പറഞ്ഞാൽ വിവരിക്കുന്നേൻ തന്നെ അർത്ഥം വരാം. അപ്പോൾ പറയണു, ഭാര്യാചിന്ത അങ്ങയ്ക്കുണ്ടാവാൻ അവകാശമില്ല. ഞാൻ ഏറ്റെടുത്തു, എൻ്റെ അമ്മയെ ഞാൻ ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടിട്ടെങ്കിലും നമ്മൾക്ക് അവരവരുടെ അമ്മയെ ദൈവിക പരിവേഷങ്ങൾ കൊടുക്കണ്ടേ? പക്ഷേ ഇത് പറഞ്ഞു തരാൻ കേൾക്കാനുള്ളൊരു ശ്രദ്ധ നമ്മൾക്ക് ഉണ്ടാവണ്ടേ? അപ്പോൾ ഭാര്യാചിന്ത അങ്ങയ്ക്കുണ്ടാവാൻ അവകാശമില്ല. എൻ്റെ മാതാവായ ഇവർക്ക് സർവകർമ്മങ്ങളുടെയും ശാന്തിയെ ജനിപ്പിക്കുന്നതിന് സമർത്ഥയായ ആത്മവിദ്യയെ ഞാൻ ഉപദേശിച്ചു കൊള്ളാം. ഇപ്പം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? സദ്ഗുണസമ്പന്നനായ ഒരു മകനുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭർതൃദുഃഖം ഉണ്ടാവില്ല. കാരണം എന്താ? ഭർത്താവ് തന്നെയാണ് മകനായിട്ട് ജനിച്ചിരുന്നത്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയാൽ എല്ലാം മനസ്സിലായ കൂട്ടത്തിലായി. അപ്പോൾ ആ ജന്മത്താൽ സർവഭയങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന എന്നെ ഇവർ പ്രാപിച്ചുകൊള്ളും. മോക്ഷസ്വരൂപഭൂതനായ എന്നോട്. ഭഗവാൻ ആരാ? മോക്ഷസ്വരൂപൻ ആണ്, പ്രേമസ്വരൂപനാണ്, പ്രശ്നയില്ലേ, ജ്ഞാനസ്വരൂപനാണ്, എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ട്. എന്നോട് ഐക്യം പ്രാപിക്കുമെന്ന് ഭഗവാനോട്. അതാണ് ഈ സായൂജ്യം, സാമീപ്യം, സാലോക്യം, സാരൂപ്യം. മൈത്രേയ ഉവാച. ഇത്രത്തോളമായപ്പോൾ മൈത്രേയർ പറയണു. 41ാമത്തെ ശ്ലോകം.
ഏവം സമുദിതസ്തേന കപിലേന പ്രജാപതി ദക്ഷിണീകൃത്യതം പ്രീതോ വനമേവ ജഗാമഹ. മൂപ്പര് നേരെ വെച്ച് പിടിച്ചു കാട്ടിലേക്ക്. കപിലസ്വരൂപനായ ആ ഭഗവാനാൽ ഇപ്രകാരം സാദരം അരുളി ചെയ്യപ്പെട്ട കർദമൻ സന്തുഷ്ടനായിട്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തിട്ട് നമസ്കരിച്ചിട്ട് വനത്തെ തന്നെ പ്രാപിച്ചു. ആശ്ചര്യം, ആശ്ചര്യം, ആശ്ചര്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഇപ്രകാരം കപിലസ്വരൂപനായ ആ ഭഗവാനാൽ അനുജ്ഞ നൽകപ്പെട്ട കർദമ പ്രജാപതി സന്തോഷപൂർവം ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത്, കരഞ്ഞുകൊണ്ടല്ല, സന്തോഷം, വനത്തെ പ്രാപിച്ചു. ഭഗവാൻ തന്നെ ലോകത്തിന് ജ്ഞാനോപദേശം ചെയ്യുവാൻ സ്വപുത്രനായി അവതരിച്ചിരിക്കെ ഭഗവത് സന്നിധാനത്തിൽ ഇരിക്കാതെ വനത്തിലേക്ക് പോയത് അത്യാശ്ചര്യവും പരമവൈരാഗ്യ പ്രദർശകവുമാണെന്ന് കാണിപ്പാൻ ഹാ എന്ന അത്ഭുതം. സാക്ഷാൽ നാരായണൻ കപില മഹർഷിയായിട്ട് വന്നിട്ടിപ്പോൾ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ കർദമ പ്രജാപതിയുടെ ഭാര്യയ്ക്ക്, അല്ലേ, കപില മഹർഷിയുടെ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുന്നു. അത് കേട്ടിട്ട് അല്ല, പരമവൈരാഗ്യം. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഹൃദയസ്ഥനായ, എൻ്റെ അന്തസ്ഥനായിരിക്കുന്ന ചൈതന്യത്തോട് ലയനം പ്രാപിച്ചോളാം എന്ന ഒരു വീരവാദമാണ് അവിടെ ഹ എന്ന ശബ്ദത്തിന്. ഹ എന്ന നിപാതം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ജീവൻ ഈശ്വരൻ എന്ന ഭേദവിചാരമില്ലാതാവാൻ. ഇതൊക്കെ നമ്മൾക്കുള്ള അറിവുണ്ടാക്കാനാണ് അതൊക്കെ പറയണതേ. അതായത് ജീവൻ ഈശ്വരൻ എന്ന ഭേദവിചാരം ഇല്ലാതാവാൻ സന്യാസ സ്വീകാര്യം ആവശ്യമാണെന്നിവിടെ സൂചിപ്പിച്ചു. 42ാമത്തെ ശ്ലോകം. വ്രതം സ ആസ്ഥിതോ മൗനം ആത്മൈക ശരണോ മുനി നിസ്സംഗോ വ്യജരൽ ക്ഷോണീം മനഗ്നിരനികേതന ക്ഷോണീം അഗ്നിരനികേതനാം. അതായത് ആത്മാവിനെ മാത്രം ശരണം പ്രാപിച്ചിട്ടും സാമാന്യ ജനസംഘത്തെ ഉപേക്ഷിച്ചും അഗ്നിഹോത്രാദി ഗൃഹസ്ഥധർമ്മത്തെ ത്യജിച്ചും നിയതമായ വാസസ്ഥാനത്തെ സ്വീകരിക്കാതെയും മൗനലക്ഷണമായ വ്രതത്തെ അംഗീകരിച്ചിരുമിരിക്കുന്ന അവൻ മനനശീലനായിട്ട് ഭൂമിയെ വിചരിച്ചു. അതായത് നടക്കാൻ തുടങ്ങിയെന്ന് അർത്ഥം. അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞ് നിർത്താം. മൗനം ഉപലക്ഷിതവും അഹിംസാദി ലക്ഷണവുമായ വ്രതത്തെ. എന്നിട്ടാണ് ബംഗാളിലെ ബ്രാഹ്മണർ മത്സ്യം കൂട്ടും, ഞങ്ങൾക്ക് മദ്യം കഴിക്കാം. വാട്ട് എ നോൺസെൻസ് ഇറ്റ് ഈസ്. അപ്പോൾ അഹിംസാദി ലക്ഷണവുമായ വ്രതത്തെ അംഗീകരിച്ചും ആത്മാവിനെ മാത്രം സ്വരക്ഷകനായിട്ട് ആശ്രയിച്ചു ഭഗവാൻ ശരണം, ഭഗവാൻ ശരണം, ഭഗവാൻ ശരണം 10 പ്രാവശ്യം പറഞ്ഞു നോക്കൂ. വിഷയാസക്തിയെ മൂലത്തോടെ പരിത്യജിച്ചു. അതാണ് വിഷയാസക്തി. സംസാരികളായ ജനങ്ങളോടുള്ള ചർച്ചയിൽ നിന്ന് തീരെ അകന്നും ഗൃഹസ്ഥാശ്രമധർമ്മമായ അഗ്നിഹോത്രാദി കർമ്മങ്ങളെയെല്ലാം വെടിഞ്ഞും ഒരു ദിക്കിൽ സ്ഥിരവാസം ചെയ്യാതെയും ഇരിക്കുന്ന മുനിയായിട്ട് കർദമ പ്രജാപതി ഭൂമിയിൽ സഞ്ചരിച്ചു. അങ്ങനെയിരിക്കുന്ന ആ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.